അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ മലനിരയായ ഇല്ലിക്കക്കല്ലിലേക്കാട്ടോ. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് നോക്കാം. ഇതിപ്പോൾ നമ്മൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന റോഡ് ചക്കിക്കാവ് മേലുകാവിലേക്കുള്ള റോഡാണ്. 2023 പണി കഴിപ്പിച്ച റോഡായത്. അത്യാവശ്യം നല്ല വീതിയുണ്ട്, നല്ല കാഴ്ചകളുമുണ്ട് രണ്ട് സൈഡിലും. ആ വഴി നമ്മൾ നേരെ ഇല്ലിക്കക്കല്ലിലേക്ക് വരുമ്പം പിന്നെ ചെറിയ റോഡാണ്, വലിയ നല്ല റോഡല്ല, വീതി കുറഞ്ഞൊരു റോഡാണ്. അതിലേ വരുമ്പം മോസ്കോ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തെ ഒരു ചെറിയ വ്യൂ പോയിൻ്റ് ആട്ടോ ഇത്. ഈ സ്ഥലത്തിൻ്റെ പേരൊന്നും അറിയില്ലായിരുന്നു. ഇവിടുത്തെ ആ കടയിലെ ചേച്ചിയോട് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത്. പിന്നെ ആ വ്യൂ പോയിൻറ്റിൽ നമ്മൾ നേരെ പോന്നപ്പം ഈ മലനിരകളോട് ചേർന്ന് കിടക്കുന്ന ഈ റോഡ് നല്ല രസമായതുകൊണ്ട് അതിൻ്റെ വീഡിയോ എടുത്തേക്കുന്നത് കേട്ടോ. വീതി കുറവാണെന്നാലും നല്ല സിഗ്നലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് രണ്ട് സൈഡും കാണാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ട് അത് ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ട് ഞാൻ റോഡിൻ്റെ വീഡിയോ. ഇതിപ്പോൾ നമ്മൾ ഇല്ലിക്കലിൻ്റെ ആ ബേസ് ആ സ്ഥലത്ത് എത്തി കേട്ടോ. ഇവിടെ നോക്കിയാൽ നല്ല തിരക്കുണ്ടെന്ന്. പിന്നെ പാർക്ക് ചെയ്യാൻ ഏരിയ ഉണ്ട്, ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട്. ഇതുണ്ട് ഇത്രയും. പിന്നെ ഇത് അപ്പർ സൈഡിലേക്കൊക്കെ മലനിരകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നല്ല ക്ലിയർ ആയിട്ടുള്ള കാലാവസ്ഥ ആയതുകൊണ്ട് നല്ല വ്യക്തമായിട്ട് കാണാനില്ല. ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വെയിറ്റ് ചെയ്യണ സ്ഥലമാണ്, ജീപ്പ് വരാൻ വേണ്ടി. ആ ജീപ്പിൽ കയറി വരുമ്പോൾ നമ്മൾ വന്നിറങ്ങുന്ന സ്ഥലമാട്ടോ ഇത്. ടിക്കറ്റ് റേറ്റ് ഒരാൾക്ക് 40 രൂപയാകുന്നത്. പിന്നെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്നതിന് ഒരു 20 രൂപ ചാർജും കൂടി കൊടുക്കണം. അപ്പോൾ ജീപ്പ് കയറി വരുന്ന ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഒരു 4 മിനിറ്റോളം ടൈമുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തായിരുന്നു, അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ തിരിച്ചിറങ്ങി പോകുമ്പോൾ ഇച്ചിരി കൂടി സ്പീഡിലെത്തും. അപ്പോൾ തിരിച്ചു പോകുന്നതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇതിനകത്ത് ഫുള്ളായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വഴികളായാലും നല്ല രസമാണ്, നല്ല വളവും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഇവിടെ നമ്മൾ വരുമ്പം ഇവിടുന്ന് ജീപ്പിൽ നിന്ന് ഇറങ്ങിയാൽ നമുക്കൊരു 1 കിലോമീറ്റർ മേലെ നടക്കാനുണ്ട്. അപ്പോൾ അവിടെ കണ്ട ബോർഡിൽ ഇവിടുത്തെ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചേക്കുന്നതാണ്. പിന്നെ ഇവിടെ ഈ ഒരു ടവർ പോലെ ഉണ്ടോ, അത് ഇടിമിന്നൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ളൊരു സംവിധാനമാണ് വെച്ചേക്കുന്നത്. ഈ മലനിരകളിൽ പൊതുവെ ഇടിമിന്നലിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ താഴെ ആയാലും നമ്മൾ കയറി വരുമ്പോൾ അവിടെ അതിൻ്റെ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവർ പറയണത് കറക്റ്റായിട്ട് പാലിക്കണം എന്നുള്ള രീതിയിൽ. പിന്നെ അതിൻ്റെ മേളിൽ കയറി വരുമ്പോഴുള്ള വ്യൂ ആയി കാണുന്നത്. 4 സൈഡിലേക്കും നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്. ഇത് നമ്മൾ അവിടെ നിന്ന് കയറി ഒരു ടോപ്പ് പോലെ ഒരു സ്ഥലമുണ്ട്. അവിടെ എത്തിക്കഴിയുമ്പോൾ ആ ഫ്രണ്ടിൽ കാണുന്ന കുന്നും കൂടി കയറിയിട്ട് വേണം ആ കല്ലിരിക്കുന്നുണ്ടോ, ആ കല്ലിൻ്റെ ഏകദേശം ഒരു 10 മീറ്ററോളം അല്ലെങ്കിൽ ഒരു 20 മീറ്റർ അടുത്ത് നമുക്ക് കാണണമെങ്കിൽ ആ കുന്നും കൂടി കയറി പോയിട്ട് വേണം കാണാൻ. ഇത് കാണുമ്പോൾ ഇങ്ങനെ കൈവരിയും കാര്യങ്ങൾ ഒക്കെ ഉണ്ടെങ്കിലും അങ്ങോട്ട് നടന്ന് കയറിപ്പോൾ ഇച്ചിരി പാടാട്ടോ. കാരണം നമുക്കിവിടെ ഓരോ മഴ പെയ്യുമ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് മണ്ണൊലിച്ച് പോകും. ഈ നടന്നു പോയില്ലേ, അതിൻ്റെ ചുവട്ടിൽ നിന്ന് മണ്ണൊലിച്ച് പോയിട്ട് നമ്മൾ കയറിപ്പോകുമ്പോൾ അവിടെ നല്ല കുഴികളാണ്. നമ്മളെ കമ്പിയെ പിടിച്ചാലും ഇങ്ങനെ കുഴികളായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങ് കയറിപ്പോകാൻ പറ്റില്ല. നല്ല കിതപ്പും വരും കയറിപ്പോകുമ്പോൾ. അവിടെ ടോപ്പിലെത്തി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ആ കല്ലിൻ്റെ അടുത്ത് ഉള്ള പിക്ചർ കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ. ഇത് നമ്മൾ കൈവരി വെച്ചേക്കുന്ന അതിലേ കയറി ഒരു 3/4 ഭാഗം എത്തുമ്പോൾ ഉള്ള വ്യൂ ആട്ടോ ഇത്.
അപ്പോൾ ഇത് ഏറ്റവും ഉയരത്തിലുള്ള മലനിര ആയതുകൊണ്ട് തന്നെ ബാക്കി മലകളെല്ലാം നമ്മുടെ ലെവലിൻ്റെ താഴെ സ്ഥിതി ചെയ്യണ പോലെ നമുക്കിവിടെ നോക്കുമ്പോൾ ഒരു തോന്നും. ഇതിപ്പോൾ നമ്മളതിൻ്റെ ഏറ്റവും ടോപ്പിൽ, അതായത് ഈ കൈവരി വെച്ചിരിക്കുന്നതിൻ്റെ ഏറ്റവും മുകളിലത്തെ സ്ഥലത്ത് എത്തി കേട്ടോ. ഇവിടെ നല്ല തിരക്കായതുണ്ടല്ലോ, ആൾക്കാരെല്ലാം അവിടെ ഫോട്ടോ എടുത്തിട്ട് ഇവിടെ വന്നിരിക്കുന്നവർ ഉണ്ടാവും, അല്ലെങ്കിൽ അടുത്ത ഫോട്ടോ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരൊക്കെ ആയിരിക്കും. എന്തായാലും ഇവിടെ നല്ല തിരക്കാവും. അത് ഇവിടെ നമുക്ക് താഴത്തെ പോലെ അത്ര ഏരിയ ഇല്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ ആൾക്കാർ കൂടി വന്നു കഴിഞ്ഞാൽ നമുക്കും ഫോട്ടോ ഒക്കെ എടുക്കാൻ വലിയ പാടാണ്. അപ്പോൾ ഞാനതുകൊണ്ട് ഇവരുടെ മേളിൽ കൂടി ചുമ്മാ ജസ്റ്റ് ഒരു വീഡിയോ ഒന്ന് എടുത്തുള്ളൂ. ഇച്ചിരി കൂടി വ്യക്തമായിട്ട് കിട്ടും ഇവിടെ ആൾക്കാരില്ലെങ്കിലേ. നമുക്ക് ഇവരുടെ ഇടയിൽ നിന്ന് എടുക്കാൻ പാടായതുകൊണ്ട് ചുമ്മാ മുകളിൽ കൂടി ഒന്ന് എടുത്തേക്കുന്ന ഇത്. പിന്നെ നമ്മളിതിൻ്റെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഇപ്പം സൂര്യാസ്തമയത്തിൻ്റെ സമയത്ത് നല്ല വ്യൂ കിട്ടുന്ന ഒരു ഏരിയ കേട്ടോ ഇത്. പിന്നെ അത് തന്നെയല്ല, ഇവിടെ നോക്കി കഴിഞ്ഞാൽ നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ അറബിക്കടൽ കാണാം എന്നൊക്കെയുള്ള രീതിയിൽ ഗൂഗിളിൽ കിടപ്പുണ്ട്. എന്നാലും നമുക്കിവിടെ ഇപ്പോൾ നോക്കുമ്പോൾ ഒന്നും കാണത്തില്ല. അത് ഏറ്റവും തെളിഞ്ഞ കാലാവസ്ഥയിലായിരിക്കും അങ്ങനെ കിട്ടുന്നത്. പിന്നെ എന്തായാലും നമ്മൾ അവിടെ മുകളിൽ അധികം നേരം നിന്നില്ല കേട്ടോ. കാരണം അവിടെ നിന്ന് അടുത്ത് ഉള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് പിന്നെ നേരെ തിരിച്ചു പോരുക. തിരിച്ചു പോരുമ്പോഴേ പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ കാല് തെന്നിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഈ മൊത്തം കുഴികളായതുകൊണ്ട് ഈ കമ്പിയെ പിടിച്ച് സൂക്ഷിച്ച് വേണം ഇറങ്ങിപ്പോകാൻ ഇവിടെ വരുമ്പോൾ. അല്ലെങ്കിൽ സ്ലിപ്പായി പോയി കഴിഞ്ഞാൽ നമുക്ക് പരിക്ക് പറ്റാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നോക്കുമ്പോൾ വല സൈഡിൽ ചെറിയ രീതിയിലൊരു വെളുത്ത കളറൊക്കെ ഉണ്ടല്ലോ, അതാ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലമാണ് കേട്ടോ മേളിൽ നിന്ന് കണ്ടത്. അത്രയും ദൂരെ അത് റോഡിങ്ങനെ വളഞ്ഞ് വരുന്ന ഒരു ഇത് കണ്ടോ. പിന്നെ നമ്മൾ തിരിച്ചിറങ്ങി താഴെ വന്നപ്പം അവിടുന്ന് കട്ട് ചെയ്ത് ടൈല് പാകിയതല്ലാതെ നേരെ കട്ട് ചെയ്ത് ഇറങ്ങാവുന്ന ഒരു വഴിയുണ്ട്. അതിൽ ഇറങ്ങി വന്നു. അതിൻ്റെ താഴെ വരുമ്പം അത്യാവശ്യം വിശ്രമിക്കാനൊക്കെ ഉള്ള സൗകര്യത്തിനുള്ള ഇതാണ് ഇപ്പോൾ കണ്ടത്. ഇനി ഇവിടുന്ന് ഒരു 100 മീറ്ററും കൂടി സഞ്ചരിക്കുമ്പോഴാണ് നമ്മുടെ ജീപ്പിൻ്റെ പോയിൻ്റ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒറ്റ പാസിൽ തന്നെ പോകാൻ പറ്റും കേട്ടോ. ഇത് നമ്മൾ തിരിച്ചിറങ്ങി വരുന്നതിൻ്റെ വീഡിയോ ചെയ്ത് ഇതൊരു 2.5 മിനിറ്റോളം ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഫുള്ളായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ആ റോഡിൻ്റെ ഫുള്ള്. അപ്പോൾ നമുക്ക് കുറേ പേര് നടന്ന് കയറി വന്ന് കാണുന്നവരുണ്ട്, അവരെ കാണാം. അത് കണ്ടില്ലേ, ആ പോകുന്നവരൊക്കെ നടന്ന് ടിക്കറ്റ് എടുക്കാതെ. കാരണം നടന്നു പോയി കഴിഞ്ഞാൽ കൂടുതൽ കാഴ്ച നമുക്ക് കാണാം. പിന്നെ ഇവിടെ നല്ല കാറ്റായിരിക്കും, നല്ല തണുപ്പും കാറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ 2 സൈറ്റിൽ പോകാനായിട്ട് വരുന്നവരുണ്ട്. ഈ ഇല്ലിക്കക്കല്ലും ഇലവീഴാപ്പൂഞ്ചിറ ഒന്നിച്ച് കാണാൻ വേണ്ടി വരുന്നവരുണ്ട്. അവർക്ക് ശരിക്കും ജീപ്പിൻ്റെ കാര്യങ്ങൾ അതാകുമ്പോൾ പെട്ടെന്ന് 2 സ്ഥലവും കാണാനുള്ളൊരു ടൈം കിട്ടും. നടന്നു പോകുന്നവർക്ക് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല കയറ്റം ആയതുകൊണ്ടേ അത്യാവശ്യം നടക്കാനുണ്ട്. അപ്പോൾ സമയം പോകും എന്തായാലും. അപ്പോൾ ഇവിടെ ഇന്നത്തെ കാഴ്ചകൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത സ്ഥലമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.